ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. അതിന് മുന്നേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ അമ്മമാരാണ് നമ്മുടെ വീഡിയോസ് കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബും കൂടി ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്നും കൂടി ആഗ്രഹിക്കുകയാണ്. കൂടാതെ നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ വിലയേറിയതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിൽ കൂടി ഒന്ന് സഹകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വൈകുണ്ഠ ഏകാദശിയെക്കുറിച്ചാണ്. അതായത് സ്വർഗ്ഗവാതിൽ ഏകാദശി, വൈകുണ്ഠ ഏകാദശി, ഇനി വരുന്ന പരമപ്രധാനമായിട്ടുള്ളൊരു ഏകാദശി വൃദ്ധമാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഭൂലോക വൈകുണ്ഠനാഥനായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണുവിനെ നമ്മൾ ഓരോരുത്തരും ആരാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വൈഷ്ണവ ഭക്തരായിട്ടുള്ളവർക്കെല്ലാം ഈ ഒരു ഏകാദശി വ്രതങ്ങളെല്ലാം തന്നെ വളരെ പരമപ്രധാനമാണ്. ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട വ്രതങ്ങളിൽ ഒന്നാണ് ഏകാദശി വ്രതം. ആ ഏകാദശികളിൽ തന്നെ പ്രധാനമാണ് ഗുരുവായൂർ ഏകാദശി പോലെ തന്നെ സ്വർഗ്ഗവാതിൽ ഏകാദശി എന്ന് പറയുന്ന വൈകുണ്ഠ ഏകാദശി. ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് സ്വർഗ്ഗവാതിൽ ഏകാദശിയായും വൈകുണ്ഠ ഏകാദശിയായും നാം ആചരിക്കുന്നത്. ഈ വർഷം ഡിസംബർ 23-ാം തീയതിയാണ് സ്വർഗ്ഗവാതിൽ ഏകാദശി വരുന്നത്. നമ്മൾ ഗുരുവായൂർ ഏകാദശി എല്ലാവരും അനുഷ്ഠിച്ചിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ഏകാദശി അനുഷ്ഠിച്ചിട്ടുള്ളവർക്ക് സ്വർഗ്ഗവാതിൽ ഏകാദശിയും നോൽക്കണം എന്നാണ് പറയുന്നത്. സ്വർഗ്ഗവാതിൽ ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നവർ മുൻവാതിലിലൂടെ പ്രവേശിച്ച് ക്ഷേത്രത്തിനുള്ളിലെ പൂജാവിധികൾക്കൊക്കെ ശേഷം മറ്റൊരു വാതിലിലൂടെ പുറത്തു കടക്കണമെന്നാണ് ഐതിഹ്യം. ഇത് സ്വർഗ്ഗവാതിൽ കടക്കുന്നതിന് തുല്യമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ഒരു ദിവസം നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി, അതായത് മറ്റു ചിന്തകൾക്കൊന്നും മനസ്സിലിടം കൊടുക്കാതെ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി സമയം ചെലവാക്കണമെന്നാണ് പറയുന്നത്. അതായത് വിഷ്ണു ദ്വാദശ നാമങ്ങളും വിഷ്ണു അഷ്ടോത്തരം മന്ത്രവും അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം, ഭാഗവതം ഇതൊക്കെ വായിക്കുന്നത് വളരെ നല്ലതായിട്ട്, അതായത് വളരെ ഉത്തമമായിട്ട് തന്നെ കാണപ്പെടുന്നു. ഇനി ഇതൊന്നും ചെല്ലാൻ സാധിക്കാത്തവർക്ക് ഏകാദശി ദിവസം ഉടനീളം നമ്മൾ ഏത് സമയത്തായാലും ഓം നമോ നാരായണായ എന്ന അക്ഷര മന്ത്രവും അതുപോലെ തന്നെ ദ്വാദശാക്ഷരി മന്ത്രമായിട്ടുള്ള ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും 108 തവണ ജപിക്കുകയാണെങ്കിൽ, ഇനി അതും പറ്റിയില്ലെങ്കിൽ 9 തവണയെങ്കിലും നമ്മൾ ജപിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം, ഈ ഒരു ഏകാദശി ദിവസം കഴിയുന്ന അത്ര തവണയെങ്കിലും വിഷ്ണുനാമം ജപിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ പാപ കറകൾ നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുവാനും വളരെ ഉത്തമമായിട്ട് തന്നെ കണക്കാക്കുന്നു. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും അതുപോലെ തന്നെ നാരായണീയം ഇവയൊക്കെ പാരായണം ചെയ്യുന്നത് വളരെ സർവ്വവിശേഷമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ നമുക്ക് നല്ലൊരു ഫലപ്രാപ്തി ലഭിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. സർവേശകാരകനായ വ്യാഴം അനുകൂലമാവാനും, അതായത് നമ്മുടെ ജാതകവശാൽ വ്യാഴം മറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ജപങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അതിൽ നിന്നൊക്കെ പരമാവധി നമ്മളതിനെ ഭഗവാൻ മുക്തി നേടിത്തരും. അതായത് വ്യാഴത്തിൻ്റെ അഭാവം മൂലം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളോ എന്തെങ്കിലും അല്ല, പൂർണ്ണമായും തടസ്സങ്ങൾ തന്നെയാവും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ ജീവിതം നല്ല രീതിയിലാക്കി തരാൻ ഭഗവാൻ തന്നെ കനിയണമെന്ന് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റാവുന്നത്ര ഈ നാമജപങ്ങളൊക്കെ ചെയ്ത്, കലിയുഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരേ ഒരു കാര്യം എന്നുള്ളത് ഈ നാമജപം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ദിവസം അതിനു വേണ്ടി മാത്രം ചെലവഴിക്കണമെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഇന്നേ ദിവസം നെയ്വിളക്ക്, നമ്മുടെ വീടുകളിൽ നെയ്വിളക്ക് അർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഇരട്ടി ഫലദായകമാണ്. അത്രത്തോളം നമുക്ക് പുണ്യം വേറെ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം ഡിസംബർ 22-ാം തീയതിയാണ് സ്വർഗ്ഗവാതിൽ ഏകാദശി വരുന്നത്. 23-ന് ദ്വാദശി. അങ്ങനെയാണ് ഈ ഒരു വർഷത്തെ ആചാരം വരുന്നത്. അതായത് ഡിസംബർ 22-ാം തീയതി രാവിലെ 8:16 വ്രതം ആരംഭിക്കേണ്ടതും അതുപോലെ തന്നെ 23-ാം തീയതി, അതായത് ഹരിവാസര സമയം എന്ന് പറയുന്നത് 8:16 രാവിലെ. പാരണ വീടേണ്ട സമയം എന്ന് പറയുന്നത് 23-ാം തീയതി, അതായത് തൊട്ടടുത്ത ദിവസം ദ്വാദശി ദിവസം 7 AM അതാണ് പാരണ വീടേണ്ട സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് വളരെ കൃത്യമായി ഭയഭക്തിയോട് കൂടി തന്നെ നമ്മൾ ഏകാദശി വ്രതം ആരംഭിക്കുകയും അതുപോലെ തന്നെ
പാരണം വീടേണ്ട സമയത്തൊരു നാമം ചൊല്ലേണ്ടതുണ്ട്. അത് ചൊല്ലിക്കൊണ്ട് തന്നെ നമ്മൾ പാരണ വിടേണ്ടതും കൂടിയാണ്. പിന്നെ ഗുരുവായൂർ ഏകാദശി നമ്മൾ നോറ്റ പോലെ തന്നെയാണ് സ്വർഗ്ഗവാതിൽ ഏകാദശിയും എന്ന് നേരത്തെ പറഞ്ഞു. സ്വർഗ്ഗവാതിൽ ഏകാദശിയുടെ വ്രതാനുഷ്ഠാനം ഇത്തരത്തിലാണ് ചെയ്യേണ്ടത്. ദിവസം ഒരിക്കലൂണ് മാത്രമാണ് നടത്തേണ്ടത്. പിന്നെ ഏകാദശി ദിവസമാണെങ്കിൽ പൂർണ്ണമായിട്ട് ഉപവാസമാണ് നടത്തേണ്ടത്. അതിന് സാധിക്കാത്ത ആൾക്കാരാണെങ്കിൽ പഴങ്ങളും അതുപോലെ തന്നെ ഗോതമ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ചെറിയ രീതിയിൽ ഒരു ലഘുഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഉപവാസം അനുഷ്ഠിക്കേണ്ടത്. പിന്നെ എണ്ണ തേച്ച് കുളി ഒന്നും ചെയ്യാൻ പാടില്ല, പകൽ ഉറങ്ങാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ശുദ്ധിയും വൃത്തിയുള്ളതൊക്കെ ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കണമെന്നാണ് പറയുന്നത്. പിന്നെ അതേ ദിവസം തന്നെ വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നത് വളരെ പുണ്യഫലദായകമാണ്. അതുപോലെ തന്നെ നമ്മൾ ചൊല്ലേണ്ട നാമങ്ങളൊക്കെ നേരത്തെ പറയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നേ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയോടുകൂടി നമ്മൾ ശുദ്ധജലത്തിൽ നമ്മൾ തുളസി തീർത്ഥം കുടിച്ചുകൊണ്ടാണ് ഗുരുവായൂർ ഏകാദശി ആരംഭിച്ചത്. അതുപോലെ തന്നെയാണ് വൈകുണ്ഠ ഏകാദശിയും. തുളസി തീർത്ഥത്തിനുള്ള തുളസി ഇല നമ്മൾ തലേ ദിവസം തന്നെ പറിച്ച് സൂക്ഷിച്ച് വെക്കണം. വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിച്ച് വെച്ച് കുറച്ച് ശുദ്ധജലവും അതുപോലെ തന്നെ തുളസി ഇലയും ഭസ്മവും ചേർത്ത വെള്ളം, അതായത് തുളസി തീർത്ഥം സേവിച്ചുകൊണ്ടാണ് നമ്മൾ ഏകാദശി വ്രതം ആരംഭിക്കുന്നത്. അതിനുശേഷം നെയ്വിളക്കൊക്കെ വീടുകളിൽ കത്തിച്ച് പിന്നെ ഭഗവാന്റെ നാമങ്ങളൊക്കെ ചൊല്ലുക. എന്നിട്ട് ലഘു രീതിയിലുള്ള ഭക്ഷണമൊക്കെ കഴിക്കുക ഏകാദശി ദിവസം. അതിനുശേഷം വൈകുന്നേരവും ഇതേപോലെ തന്നെ തുടരുക. തുളസി തീർത്ഥം രാവിലെ മാത്രമേ സേവിക്കേണ്ടതുള്ളൂ. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസം ദ്വാദശി ദിവസം ഇതേപോലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായ വെള്ളത്തിൽ, അതായത് ശുദ്ധജലത്തിൽ തുളസി ഇലയും 1 മണി അരിയും, അതായത് കുറച്ച് അരിമണിയും പിന്നെ ചന്ദനാണ് അന്ന് ചേർക്കേണ്ടത്. അതും കൂടി ചാലിച്ച് നമ്മൾ ആ ഒരു തീർത്ഥം സേവിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു തീർത്ഥം കുടിച്ചുകൊണ്ടാണ് നമ്മൾ ദ്വാദശി, അതായത് പാരണ വീടേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യമാണ് ഈ പറയുന്നത്. ദ്വാദശി സമർപ്പണം അങ്ങനെയാണ് നമ്മൾ നടത്തുന്നത്. ദ്വാദശി വ്രതം അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതായത് ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്നതാണ് ദ്വാദശിയുടെ അന്ന്. അപ്പം അന്ന് രാവിലെ 7:11 ഉള്ളിൽ, അത് 7:11നും 9:15 ഉള്ളിലാണ് ഒരു സമയം പറയുന്നത്. അപ്പോൾ 7:11 തന്നെ ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം നല്ലത്. പാരണം വിടേണ്ട സമയത്ത് ഈ ഒരു തുളസി തീർത്ഥം കുടിച്ചുകൊണ്ടാണ് നമ്മൾ ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്നത്. പാരണ വീടേണ്ട സമയത്ത് ഈ ഒരു നാമമാണ് ചൊല്ലേണ്ടത്. ഈ ഒരു നാമം ചൊല്ലിയിട്ട് വേണം നമ്മൾ ആ ഒരു ഏകാദശി വ്രതം അവസാനിപ്പിക്കുക. ഭോക്ഷേഹ്യും പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത. അതായത് പുണ്ടരീകാക്ഷനായ ഭഗവാനെ, ഞാൻ എൻ്റെ പാരണ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അങ്ങ് ഞാൻ ചെയ്തിട്ടുള്ള ഈ ഒരു വ്രതം നല്ല രീതിയിൽ ഏറ്റെടുക്കണേ ഭഗവാനെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു ഏകാദശി വ്രതം അവസാനിപ്പിക്കുവാനായിട്ട്. ഗുരുവായൂർ, തിരുവമ്പാടി, അതുപോലെ തന്നെ തിരുനാവായുള്ള നാവാമുകുന്ദ ക്ഷേത്രം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു വൈകുണ്ഠ ഏകാദശിക്ക്. ഇതിൽ കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയുണ്ട്. ശ്രീ നെല്ലുവായ് ധന്വന്തിരി മൂർത്തിയുടെ ക്ഷേത്രമായിട്ടുള്ള നെല്ലുവായ് ഏകാദശി കൂടി വരുന്ന ഒരു ദിവസമാണ് ഈ വൈകുണ്ഠ ഏകാദശി. അത് അത്രയും ഒരു പ്രാധാന്യം കൂടി ഒരു ദിവസത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാൻ ധന്വന്തിരി മൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഉത്തമമായിട്ട് കണക്കാക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ആയുസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെ ഒക്കെ ദേവനാണ് ധന്വന്തിരി മൂർത്തി. ഇന്നേ ദിവസം ഭഗവാനെ ധന്വന്തിരി ഭാവത്തിൽ ഭജിക്കുന്നതിലൂടെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന പല രോഗങ്ങളും മാറി നമുക്ക് ആരോഗ്യവും ആയുസ്സും ഒക്കെ ഭഗവാൻ തന്ന് അനുഗ്രഹിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ദിവസം നമുക്ക് ധന്വന്തിരി ഗായത്രി മന്ത്രമായിട്ടുള്ള ഓം വാസുദേവായ വിദ്മഹേ വൈദ്യരാജായ ധീമഹി തന്നോ ധന്വന്തരി പ്രചോദയാത്, ഈ ഒരു നാമം ചൊല്ലാവുന്നതാണ്. അതും വളരെ അതിശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ വിഷ്ണു ദ്വാദശ നാമങ്ങളുണ്ട്. ഇത്രയും നാമങ്ങളൊക്കെ ചൊല്ലുന്നത്, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ തുടരെ ചൊല്ലുന്നത് നിങ്ങൾക്ക് അത്രത്തോളം ഫലപ്രാപ്തിയും നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായും പുറന്തള്ളി നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും പ്രവൃത്തിയിലും ഒക്കെ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ ഭഗവാന് സാധിക്കുമെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു കലികാലത്ത് നമ്മൾ ചെയ്യേണ്ടത് കലിദോഷ നിവാരണ മന്ത്രമായിട്ടുള്ള, ചൊല്ലാൻ സാധിക്കാത്തവർക്ക് കലിദോഷ നിവാരണ മന്ത്രമായിട്ടുള്ള ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ, ഈ ഒരു നാമമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതും ഇരട്ടി ഫലദായകം തന്നെയാണെന്നാണ് എല്ലാ പുരാണങ്ങളും പറയുന്നത്. അങ്ങനെ ഭഗവാന്റെ പരമപ്രധാനവും സർവശ്രേഷ്ഠവുമായിട്ടുള്ള ഈ ഒരു ഏകാദശി തിറഞ്ഞ ഏകാഗ്രതയോടും അതുപോലെ തന്നെ ഭക്തിയോടും കൂടി
നോറ്റാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ ഈ ഒരു ദിവസം നല്ല രീതിയിൽ ഈ ഒരു വ്രതം തുടങ്ങുവാനും അതുപോലെ തന്നെ ഈ ഒരു വ്രതം അവസാനിപ്പിക്കുവാനും നിങ്ങൾ ഓരോരുത്തർക്കും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹരി ഓം.